എന്റെ മോള് ശിവാംഗി പറയും, ഞാൻ ഇന്ന് പാടുന്നതിന്റെ കാരണം എന്റെ ശ്രേയ ഘോഷാൽ മാമാണ്. അങ്ങനെ വീട്ടിലാരും പാട്ടുകാരില്ലേടി ഇത് ഞാൻ ചോദിക്കാറുണ്ട്. അല്ല ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യ അമ്മ പോ ശരിயான തൈര് സാധനങ്ങൾ 2 എനിക്ക് അന്ത ശ്രേയ മാമനാലതാ ഞാൻ പാടുறது. എനിക്കും ഈ പാട്ടിനോടൊരു കണക്ഷൻ ഉണ്ട്. ഏത് കുക്കുരു കുക്കുരു അതല്ല, രഞ്ജിനി പറഞ്ഞില്ല, രഞ്ജിനി. അതെ, വിദ്യ ക്ലീൻ സിംഗിങ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ക്ലീൻ സിംഗിങ് സ്റ്റേജസിൽ ഒരുപാട് പാടിയിട്ടുണ്ടോ? പാടാറുണ്ട്. അത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടേക്കാണ് ബ്രെത്ത്, അതായത് കൂടുതൽ സംഗതികളുള്ള സ്ഥലത്ത് വളരെ സ്മാർട്ടായിട്ട് ആ ബ്രെത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി സ്ലോ സോങ്സിന് ബ്രെത്ത് കൂടുതൽ, ഫാസ്റ്റ് സോങ്സിന് പെട്ടെന്ന് അത് കഴിഞ്ഞു പോകും. സ്ലോ സോങ്സിന് അത് പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് ആഫ്റ്റർ സർട്ടൻ ഏജ് നമുക്കും ഈ പറഞ്ഞ പോലെ ബ്രെത്ത് കൺട്രോൾ ആണ് എപ്പോഴും പ്രശ്നമായി വരിക. പക്ഷെ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാട്ട് അല്ലെങ്കിൽ പെർഫ്യൂംസ്, മണം, ഇതാണ് എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യുക ഒരു ഓർമ്മയായിട്ട്. എല്ലാ ഓർമ്മകളും നന്നായിക്കൊള്ളണമെന്നില്ല. ചില ഓർമ്മകൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ലേറ്റർ ഓൺ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ദൈവം തന്നെ കാണിച്ചു തരും. ദാറ്റ് ഈസ് യുവർ 2 kids അല്ലേ, 2 മക്കളുണ്ടായിരുന്നു. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ സന്തോഷിക്കുക, ദൈവം തന്നതിൽ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നേരത്തെ നമ്മളിവിടെ പറഞ്ഞു ഇതിന്റെ എല്ലാ ക്രെഡിറ്റും അച്ഛനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അച്ഛനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ പ്ലീസ്. ഹലോ അച്ഛാ. അച്ഛനോട് ചിരിക്കാൻ മകള് പറയുന്നു. അതെ, അച്ഛന്റെ അന്നത്തെ ഒരു ഹമ്മിങ് കേട്ട് ഞങ്ങള് എല്ലാരും കിളി പോയി. ഇപ്പൊ ഏതെങ്കിലും ഒരു 2 ലൈൻ ഞങ്ങൾക്ക് അച്ഛനെ കൊണ്ട് പാടിക്കണോ അതോ അച്ഛന് വേണ്ടി മകളെ കൊണ്ട് പാടിപ്പിക്കണോ? അല്ല, അച്ഛൻ പാടി കേൾക്കണം. അച്ഛൻ പാടി കേൾക്കണം. ദേവി ദേവി ആത്മരാഗമേക കന്യാവനിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവീണ താകൂനി ദേവി. അപ്പൊ എവിടെന്ന സംഗതികളൊക്കെ വരുന്നത് മനസ്സിലായി. വർഷങ്ങളായിട്ട് അച്ഛൻ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത്രയും വലിയൊരു വേദി അച്ഛൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് ഞാൻ കാരണമാണെന്നുള്ള ഞാൻ പ്രൗഡാണ്, സന്തോഷം. അപ്പൊ അച്ഛ നമുക്ക് അച്ഛനെ നിർത്തിക്കൊണ്ട് തന്നെ മാർക്സ് അറിയാം. ഓക്കെ, അപ്പൊ ജഡ്ജസ് നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്സും കൂടെ വെച്ചിട്ട് ജഡ്ജസ് ടോട്ടലായിട്ട് എത്ര മാർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാം. അപ്പൊ എന്തായാലും അവരുടെ ചർച്ചയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ആരാണ് മാർക്ക് പറയുന്നത്? രഞ്ജിനി ചേച്ചി പറഞ്ഞോളൂ. വിദ്യക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് ഇസ് 94 out of 100. അതെ, 100ൽ 94 കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടിയുണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാ, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് വിദ്യ. താങ്ക് യു അച്ഛാ. താങ്ക് യു.